നമസ്കാരം. അടിച്ചാൽ തിരിച്ചടിക്കും. അതിന് ഏത് യൂറോപ്യൻ യൂണിയൻ ആയാലും അനാവശ്യമായ ഭീഷണി കാർഡുമായി ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞു വെക്കുകയാണ്, അല്ലെങ്കിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് റഷ്യ. കിഴക്കൻ യൂറോപ്പിലും ബാൾട്ടിക് രാജ്യങ്ങൾക്കിടയിലും നാറ്റോ സൃഷ്ടിക്കുന്ന അനാവശ്യ ഭീഷണിക്കെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾക്കെതിരെയും ശക്തമായ പ്രതികരണവുമായാണ് റഷ്യ എത്തിയത്. തങ്ങളുടെ സൈനിക വിമാനങ്ങളെ വെടിവെച്ചിടാൻ ശ്രമിക്കുന്ന ഏതൊരു നാറ്റോ അംഗരാജ്യമായും റഷ്യ നേരിട്ടുള്ള യുദ്ധം ആരംഭിക്കുമെന്ന വളരെ ഗുരുതരമായ മുന്നറിയിപ്പാണ് പാരീസിലെ റഷ്യൻ പ്രതിനിധി അലക്സി മെഷ്കോവ നൽകിയിരിക്കുന്നത്. റഷ്യൻ സൈനിക വിമാനങ്ങൾ വ്യോമാതിർത്തി ലംഘിച്ചു എന്ന എസ്തോണിയയുടെയും പോളണ്ടിന്റെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഈ സംഘർഷാവസ്ഥയ്ക്ക് ആക്കം കൂട്ടുകയാണ്. റഷ്യൻ യുദ്ധവിമാനങ്ങളിലൊന്ന് നാറ്റോ വെടിവെച്ചിട്ടാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരം തേടേണ്ട ആവശ്യമില്ല. അത് യുദ്ധത്തെ അർത്ഥമാക്കും എന്നായിരുന്നു. നാറ്റോ സൈനിക വിമാനങ്ങൾ ധാരാളം തവണ അബദ്ധവശാൽ റഷ്യൻ വ്യോമ അതിർത്തി ലംഘിച്ചിട്ടും അവയെ വെടിവെച്ചിടാൻ റഷ്യ ശ്രമിക്കാറില്ലായിരുന്നു എന്നും മെഷ്കേവ് ചൂണ്ടിക്കാട്ടി. നാറ്റോ അംഗരാജ്യങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കുന്ന വസ്തുതകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. റഷ്യൻ യുദ്ധവിമാനങ്ങൾ എസ്തോണിയൻ വ്യോമാതിർത്തിയിലേക്ക് കടന്നുകയറി എന്ന ആരോപണങ്ങളെ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം ഈ വിഷയത്തിൽ വ്യക്തമായ വിശദീകരണം നൽകി. തങ്ങളുടെ വിമാനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ കർശനമായി പാലിക്കുന്നു എന്നാണ്. അതായത്, ഈ വിമാനങ്ങൾ ബാൾട്ടിക് കടലിന്റെ നിഷ്പക്ഷ ജലത്തിന് മുകളിലൂടെയാണ് പറന്നതെന്നും വ്യോമ അതിർത്തി ലംഘനം ഉണ്ടായിട്ടില്ല എന്നുമാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതായത്, റഷ്യയുടെ പതിവ് സൈനിക പ്രവർത്തനങ്ങളെയാണ് നാറ്റോ രാജ്യങ്ങൾ ഭീഷണിയായി ചിത്രീകരിക്കുന്നത്. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ റഷ്യൻ വിമാനങ്ങളെ വെടിവെച്ചിടാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ അവ്യക്തമായ നിലപാട് റഷ്യക്കെതിരായ പ്രകോപനം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉതകൂ. ഇതിനിടെ പോളിഷ് വിദേശകാര്യമന്ത്രി റാഡോസ്ലാവ് സിക്കോർസ്കി അടിയന്തര UN സുരക്ഷാ കൗൺസിൽ വെച്ച് തങ്ങളുടെ വ്യോമ അതിർത്തിയിലേക്ക് കടന്നു വരുന്ന ഏതൊരു റഷ്യൻ വിമാനത്തെയും മിസൈലിനെയും രാജ്യം നശിപ്പിക്കുമെന്നാണ് പ്രതിജ്ഞയെടുത്തത്. കൂടാതെ റഷ്യയുടെ ദൃഢനിശ്ചയം പരീക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയും ഉറച്ചു നിൽക്കാൻ ലിത്വാനി പ്രതിരോധ മന്ത്രി ഡോവിൽഡെ സക്കൽ നാറ്റോയോട് ആവശ്യപ്പെടുകയും ചെയ്തു. റഷ്യൻ വിമാനങ്ങളെ തകർക്കുമെന്ന പോളണ്ടിന്റെ കടുത്ത നിലപാടും റഷ്യൻ സൈനിക നീക്കങ്ങൾക്കെതിരെ തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നാറ്റോ അംഗങ്ങളുടെ നടപടികളും മേഖലയിലെ സംഘർഷത്തിന് തീവ്രത കൂട്ടുന്നതാണ്. ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയൊരു സൈനിക സംഘർഷത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച